വാർത്തകൾ വിശദമായി നോക്കാം. എറണാകുളം വൈറ്റിലയിൽ പ്രതിഷേധവുമായി ഫ്ളാറ്റിലെ താമസക്കാർ രംഗത്ത്. മാലിന്യ സംസ്കരണം താറുമാറായതോടെയാണ് കണിയാമ്പുഴ മിസ്റ്റിക് ഹൈറ്റ്സിലെ താമസക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചെയ്യുന്നുണ്ട്. എബി, ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രശ്നമല്ല. ഇത് വർഷങ്ങളായി 2011 മുതലുള്ള നിയമ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് പോലും അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോലും ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ഫ്ളാറ്റിലെ താമസക്കാർ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. 54ഓളം വരുന്ന കുടുംബങ്ങളാണ് ഈ ഫ്ളാറ്റിൽ. ഇതിൽ 2 ടവറുകളാണുള്ളത്. അതിൽ ഒരു ടവറിൽ 54, ബാക്കി മറ്റ് രണ്ടാമത്തെ ടവറിൽ ഏതാണ്ട് 70-ന് മുകളിൽ താമസക്കാരും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ 2 കൂട്ടരും സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ മാലിന്യ സംസ്കരണ സംവിധാനം അപ്പാടെ താറുമാറായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് അതിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. 2011 മുതൽ ഇതിലുള്ള നിയമ നടപടികളുമായി ഇവർ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ബിൽഡർ അതിന്റെ ഡോക്യുമെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിനായി ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇതിന്റെ അസോസിയേഷന്റെ ഭാരവാഹികൾ തന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായാലും? ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പല വാതിക്കലും പോയി ഞങ്ങൾ നോക്കി. എല്ലാവിധ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണെങ്കിലും മുനിസിപ്പാലിറ്റി എല്ലായിടത്തും പോയി ഞങ്ങൾക്ക്. പക്ഷേ നിങ്ങൾക്ക് കാണാം ഇതുവരെ യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. ഓരോ ദിവസവും ചെല്ലുന്തോറും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് തീരും, എന്നത്തേക്ക് ആരെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയില്ല. അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ കഴിയുന്നത്. ഈ ഇതുമായിട്ടുള്ള നിയമ നടപടികൾ വർഷങ്ങളായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമല്ലേ? അതെ, ഇതിന്റെ ഈ മോട്ടറിന്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിൽഡർ തന്നെയാണ്. ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. ഒരു കോമൺ അമ്യൂണിറ്റീസ് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിസ്സഹായരാണ് ഞങ്ങൾ. ഇത് ജനദ്രോഹമല്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കിത് നിർത്തലാക്കണം, ഈ ജനദ്രോഹം. അതിനുവേണ്ടിയുള്ള എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു 2011 മുതൽ നമ്മൾ ഇത് ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതി ഉൾപ്പെടെ സമീപിക്കുന്ന സാഹചര്യം. പക്ഷെ അവിടെയൊന്നും തന്നെ അതിലൊരു തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ബിൽഡറുടെ ഒരു നിലപാട് ശരിക്കും എന്താ? ബിൽഡറുടെ നിലപാട്, ബിൽഡർക്ക് ലാഭം ഉണ്ടാകുന്ന കാര്യം വരുമ്പോൾ ബിൽഡർ ഇത് രണ്ടാണെന്നും, ബിൽഡർക്ക് ഇത് നഷ്ടം വരുമ്പോൾ ഇത് ഒന്നാണെന്നും ഒക്കെ പറഞ്ഞ് സമയാസമയങ്ങളിൽ മാറ്റം, മോണിറ്ററി ലാഭം തന്നെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഇത് പ്രകാരം ഈ STP ഉണ്ടാക്കിയിരിക്കുന്നത് ഫേസ് 1 മാത്രമായിട്ടാണ്. 54 ഫ്ലാറ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഈ ഫേസ് 2 അതിനൊക്കെ ശേഷമാണ് പണിയുന്നത്. അത് പണിത് അതിൻ്റെ അകത്ത് STP പണിയണമെങ്കിൽ കുറച്ച് കാശ് ചിലവാകുമല്ലോ. അതിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അത് നേരെ ഇതിനകത്തോട്ട് കണക്ട് ചെയ്തു. ആദ്യ കാലഘട്ടങ്ങളിൽ പ്രശ്നമില്ലായിരുന്നു, കാരണം രണ്ടിടത്തും ഓക്യുപ്പൻസി കുറവായിരുന്നു. ഇപ്പോൾ ഓക്യുപ്പൻസി കൂടി. രണ്ടിടത്തും ഓൾമോസ്റ്റ് 90%, 95% ഓക്യുപ്പൻസി ആയപ്പോൾ ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങി. കൂടുതൽ ഓവർലോഡ് വന്നപ്പം STP വർക്കാകാണ്ടായി. STP വർക്ക് ചെയ്തതിന് അത് രണ്ടാമത് നന്നാക്കാനുള്ള സാമാന്യ ഒരു ഇതുപോലും ബിൽഡറിന്റെ സൈഡിൽ നിന്ന് കാണിച്ചില്ല. അത് ഡയറക്റ്റായിട്ട് എളുപ്പത്തിന് നന്നാക്കാൻ കാശ് മുടക്കാതെ ഡയറക്റ്റായിട്ട് ഇത് തോട്ടിലോട്ട് പമ്പ് ചെയ്യുമായിരുന്നു. അത് നാട്ടുകാരുടെ വക പ്രശ്നമായ നാട്ടുകാരതൊരു പബ്ലിക് ഇഷ്യൂ ആക്കി കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തതിനു ശേഷം കോടതിയുടെ ഇത് പ്രകാരം PCBയും പിന്നെ മുനിസിപ്പാലിറ്റിയും കൂടെ ഇവിടെ വന്ന് അത് കണ്ടെടുത്തിട്ട് പമ്പ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പറഞ്ഞാൽ പുറത്തോട്ടുള്ള തോട്ടിലടിക്കുന്ന അഴുക്ക് വെള്ളം നിന്നിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്കതൊരു വിനയായി. ഇവിടെ വെള്ളം പൊങ്ങി. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു ഇതായി. ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഞങ്ങൾ നോക്കുന്നത്. ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട, എന്ന് പറഞ്ഞാൽ ഫേസ് 1 അവകാശപ്പെട്ട ഞങ്ങൾക്ക് കൈമാറുകയാണെങ്കിൽ ഞങ്ങളിത് നന്നാക്കി ഞങ്ങളിത് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കോളാം. അത് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾക്കുണ്ട്. പക്ഷെ അത് തരാതെ, ലീഗലായിട്ട് തരാതെ, ഞങ്ങളുടെ ഉടമസ്ഥയിൽ ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഞങ്ങൾക്കൊരു സാധനം ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിതിനി ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ബിൽഡർ പറയാം അതെൻ്റെയാണ് അല്ലെങ്കിൽ അവരുടെയാണ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ലിറ്റിഗേഷൻ്റെ പുറകെ പോകണം. വേറൊരു കേസ് കിട്ടും. ഇതായി കഴിഞ്ഞ 14 വർഷമായിട്ട് ഞങ്ങൾ 2010 മുതൽ ഇതിന്റെ പുറകെ നടക്കുകയാണ്. 2010 മുതൽ ഞങ്ങൾക്ക് എല്ലാ വിധികളും, എല്ലാ കോടതിയിൽ നിന്നും എല്ലാ കേസുകളിലും വിധികൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കിടക്കുന്നത്. എല്ലാ വിധികളുടെയും നിങ്ങൾക്ക് തരാം. എല്ലാ വിധികളും ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഉള്ളത്.
പക്ഷെ അതൊന്നും എന്താ പറയുക എക്സിക്യൂഷനിലോട്ട് വരുന്നില്ല, എക്സിക്യൂഷനിൽ വരുത്താൻ പറ്റിയിട്ടില്ല. സാധാരണ ഒരു ഫ്ളാറ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കണം. ഒപ്പം തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് ഫീ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? മെയിൻ്റനൻസ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് 2010 ഞങ്ങളൊരു കേസ് കൊടുത്തിട്ട് പിന്നെ ഫേസ് 1 അനുകൂലമായിട്ട് കോടതിയിൽ നിന്ന് വിധി വന്നു. പക്ഷെ അന്ന് ആ വിധിക്കെതിരെ പിന്നെ ബിൽഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വെള്ളം കട്ട് ചെയ്യുകയും കോമൺ ആയിട്ടുള്ള വെള്ളം കട്ട് ചെയ്യുകയും പിന്നെ ലിഫ്റ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു, ലിഫ്റ്റ് കേടാക്കുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ കോർട്ടിൽ പോയി പിന്നെ കളക്ടറുമൊക്കെ ആയിട്ട് ഇടപെട്ട് അപ്പോൾ കോടതി കളക്ടർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഈ ലിഫ്റ്റും വെള്ളവും അങ്ങനെ അവശ്യ സർവീസ് എന്നുള്ളതിൽ അത് പിന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു അഡോക്ക് കമ്മിറ്റി ഉണ്ടാക്കുക. അപ്പോൾ അസോസിയേഷൻ അന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ആ അസോസിയേഷൻ മൊത്തമായിട്ട് ഇത് ചെയ്യാതെ ഒരു അഡോക്ക് കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ചെയറായിട്ട് വില്ലേജ് ഓഫീസറെ നിർത്തിക്കൊണ്ട് ഇത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാശ് മുടക്കി ഞങ്ങളുടെ ലിഫ്റ്റും പിന്നെ ഈ വെള്ളത്തിന്റെ ഇതെല്ലാം ഞങ്ങൾ ചെയ്തു. അതിങ്ങനെ തുടർന്നു പോയി. 2018 വീണ്ടും ഞങ്ങളുടെ അസോസിയേഷനാണ് ലീഗൽ അസോസിയേഷൻ എന്നും ഈ ഫേസ് 1 അസോസിയേഷൻ ഞങ്ങളുടെ ലീഗൽ അസോസിയേഷൻ ആണെന്ന് വിധി വരികയും അതിനുശേഷം ഞങ്ങളും അന്നു മുതൽ ഞങ്ങൾ ഈ ചോദിക്കുന്നതാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ട കോമൺ അമ്യൂണിറ്റീസ് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതിനെല്ലാം കാശ് കൊടുത്തതാണ്. ഇതെല്ലാം ഞങ്ങൾ കാശ് കൊടുത്ത സാധനങ്ങൾ, അത് ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോടതിയിലും എല്ലായിടത്തും പോയി. അപ്പം ഓരോ പ്രാവശ്യവും എന്തെങ്കിലും ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങളെ ഉപദ്രവിക്കാനുള്ള എന്തെങ്കിലും വഴി പുള്ളി കണ്ടുപിടിക്കും. അതാണ് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് ഇവിടുത്തെ ഈ ഒരു പ്രശ്നം മാത്രമല്ല, ഈ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ പോലും കൂടെ അത് വലിയ രീതിയിൽ അപകടത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ ആ സംവിധാനം പോലും വർക്കിംഗ് അല്ല എന്നുള്ള സംഗതി. തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങളുടെ അതിൻ്റെത് എന്ന് പറഞ്ഞാൽ 2009 ഞങ്ങൾക്ക് പിന്നെ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഫയറിന്റെ ഇവിടുത്തെ നിയമപ്രകാരം ഫയറിന്റെ NOC വേണമായിരുന്നു. അന്ന് ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ റെഡ് പൈപ്പുകളെല്ലാം ഇതിൻ്റെ അകത്തോടെ പോകുന്ന റെഡ് പൈപ്പുകളെല്ലാം തന്നെ ഇതെല്ലാം ഈ ഫയറിന്റെ ലൈനുകളാണ്. അന്ന് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ 2009 NOC മേടിക്കാൻ വേണ്ടി പുള്ളി ഇതെല്ലാം കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് NOC കിട്ടി, ഞങ്ങളുടെ ഇതിൽ NOC കിട്ടി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ബിൽഡിങ്ങിന്റെ 2014 ഈ ഇതിന്റെ NOCക്ക് വേണ്ടിയിട്ട് ആ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്ത് ഫേസ് 2 സാധനം കണക്ട് ചെയ്തിട്ട് അവിടെ ചെയ്തു. അപ്പം ഞങ്ങൾക്കില്ല. പക്ഷെ അതിനുശേഷം ഈ നമ്മുടെ ഗവൺമെന്റ് മെഷീനറീസ് അതിനുശേഷമുള്ള പിന്നെ ഈ പറയുന്ന എല്ലാ വർഷാവർഷവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നിന്നും ഫയർ ചെയ്യുന്നു ഇതെല്ലാം ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. പക്ഷെ ഇവരാരും അതിന്റെ ഇല്ലാന്ന് പറഞ്ഞു പോയി ഒരു അതിന് അത് ചെയ്യണം ഇത് ചെയ്യണം ഫൈൻ എന്നും പറഞ്ഞ് അങ്ങ് എഴുതിയിട്ട് പോകുന്നു. ആ ഫൈനൊന്നും ഞങ്ങളുടെ കയ്യിലല്ല. അതിന്റെ ഇതെല്ലാം കിട്ടുന്ന അതിന്റെ ഓണർഷിപ്പ് ഇപ്പോഴും ബിൽഡറിന്റെ കയ്യിലാണ്. ബിൽഡറെ ഞങ്ങൾക്ക് കൈമാറാൻ ചെയ്യാത്തടത്തോളം കാലം ഇപ്പോൾ STPയുടെ ഓണർഷിപ്പ് ആണെങ്കിലും നിയമപ്രകാരം പിന്നെ പൊല്യൂഷൻ കൺട്രോളിന്റെ റെക്കോർഡ് പ്രകാരം ഇപ്പോഴും ഈ STPയുടെ ഓണർ ബിൽഡറാണ്. ബിൽഡർ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് 2015 ഈ STPയുടെ ലൈസൻസ് പിന്നെ എക്സ്പയർ ആയതാ. 2015 മുതൽ ഇന്ന് 2014 ഇതുവരെ ഒരു തീരുമാനം അതിനകത്ത് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് പിന്നെ പൊല്യൂഷൻ കൺട്രോൾ അതിനകത്ത് കാര്യമായിട്ട് പിന്നെ ഇടപെടാതിരുന്നു? ഇത് തന്നെയാണ് ഫയറിന്റെ എല്ലാ കൊല്ലവും ഇൻസ്പെക്ടറേറ്റ് ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. അവരെന്താണ് ചെക്ക് ചെയ്യുന്നത്? ഒന്നുമില്ല. കാരണം ഞങ്ങൾക്ക് അറിയില്ല, ഇത് വരുന്നത് ഓഫീസിലോട്ടാണ് വരുന്നത്, പോകുന്നു, തീർന്നു. ഞങ്ങളിതൊന്നും അറിയുന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അകത്തൊരു കാഷ്വാലിറ്റി വരുന്നത് വരെ ആരും ഒന്നും മിണ്ടൂല. അപ്പോഴത്തേക്കും എല്ലാവരും എല്ലാ മെഷീനറിയൊക്കെ പുറത്തു വരും. എല്ലാവരും വരെ അതങ്ങനെയായിരുന്നു ഇതിങ്ങനെയായിരുന്നു എന്ന് പറയാമെന്നല്ലാണ്. കുറേ പേരുടെ എന്തെങ്കിലും ആകണം. ഇപ്പം ഇന്ന് തന്നെ ഇപ്പം ഞാൻ പിന്നെ ആംബുലൻസ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ ഓൾമോസ്റ്റ് ഞങ്ങൾ 95% ആൾക്കാരും എബോവ് 60 സീനിയേഴ്സാണ്. എല്ലാവർക്കും ഹാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് എല്ലാവരും തന്നെ റിട്ടയർമെന്റ് പീരീഡ് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്ത് അന്നത്തെ കാലത്ത് കഷ്ടപ്പെട്ട കാലത്ത് എടുത്ത സാധനമാണ്. അതിപ്പോൾ ഞങ്ങൾക്ക് തലവേദനയായി, അതിനേക്കാളും കൂടുതൽ തലവേദനയായിട്ടിരിക്കുക. ഇപ്പം ആംബുലൻസ് വരെ ഞങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ കൊണ്ടുപോകണ്ടേ? പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ബിൽഡറിനെതിരെ എന്തെങ്കിലും അയാൾ ചെയ്യുന്ന അനീതി എന്തെങ്കിലും എവിടെയെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ സാധാരണ പുള്ളി കൈകാര്യം ചെയ്യുകയാണ് ചെയ്യാറ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2014 സംഭവമുണ്ട്. ആ കേസ് ഇപ്പോഴും ഉണ്ട്. അതിൽ അന്ന് 5 പേര് ആശുപത്രിയിലായിരുന്നു. അതിൻ്റെ എല്ലാ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ തീർന്നിട്ടില്ല. 10-16 പേരുണ്ട് അതിനകത്ത് പ്രതികളായിട്ട്.
അപ്പോൾ അതെല്ലാം ഞങ്ങളിപ്പം മെയിനായിട്ട് ഞങ്ങളെല്ലാം പ്രിക്കോഷനിൽ എടുത്തിട്ടാണ് ഇപ്പൊ ആംബുലൻസ് തന്നെ ഞങ്ങൾ പ്രിക്കോഷനിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. ഒരു കാര്യം ഒന്ന് ഞങ്ങൾ പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിനകത്ത് 2 സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റ് ആവുള്ളൂ. സർട്ടിഫിക്കറ്റ് ടു എസ്റ്റാബ്ലിഷ്, സർട്ടിഫിക്കറ്റ് ഓപ്പറേഷൻ. അതൊരു പർട്ടിക്കുലർ ബിൽഡിംഗ് ഡേറ്റ്സ് കഴിഞ്ഞിട്ട് കൊടുക്കാൻ ഒക്കുള്ളൂ. ഇതുവരെ കൊടുത്തിട്ടില്ല, ശരിയായി കൊടുത്തിട്ടില്ല. ദേ ഗിവൻ ഓൾ ഇറഗുലാരിറ്റീസ് ബിക്കോസ് ഓഫ് ബിൽഡർ. ആൻഡ് ബിൽഡറിനെ സപ്പോർട്ട് ചെയ്തിട്ട് മാത്ര സ്വാധീനമുള്ള ഒരാളാണ്. യെസ്, ബിൽഡർ എത്ര സാധാരണയുണ്ട്. ഈ സിറ്റീസ് ഈ കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ്മെന്റ്, കൺസെന്റ് ടു ഓപ്പറേറ്റ് ഈസ് ബേസ്ഡ് ഓൺ building documents. Other, he just shows it wrongly. And PCB, without verifying it, gives the certification and the present state is it. Ipam CTO consent to operate is invalid for 10 years. He should have been given a fine of almost 2 to 3 crores as per the equation and formulas what they have. But CTE, instead of, PCB, not blaming the builder. They are now taken, like, nammal parayilla, edutha kaalam vanda valatha kaalam varana. അതുപോലെ അവിടെ തന്നെ ഫ്രോം ദ തോട് all മാലിന്യം ഇങ്ങോട്ട് കൊണ്ടുവന്നു. So this is the standard practice of that. Despite all the things, all the government agencies are not taking the action despite having all penalty followed. ഈ PCB ചാപ്റ്റർ 7 ഉണ്ട് അവരുടെ ആക്ടിൽ, വിച്ച് ഗീവ്സ് ഓൾ ദ പെനൽറ്റീസ് ഫോർ എവറി സ്മോൾ ടു ബിഗ് ക്രൈം. ഇതുവരെ അവർ ചെയ്തിട്ടില്ല. ബട്ട് ദേ ആർ ബ്ലെയിമിംഗ് ദ ഓക്യുപ്പൻസ് ആർ പാസിംഗ് സുവേജ്. നമ്മൾ പാസ് സുവേജ് ആയിട്ട് ചെയ്യും, എല്ലാവരും ചെയ്യുമല്ലോ. അതിന് വേറെ ഒരു PCB has constructed an STP. ആ STP serviceability is occupier and pollution control responsibility. പ്ലസ് നമ്മുടെ ഈ ബിൽഡർ അല്ലേ, അവന് 7 ഫ്ലാറ്റ്സ് ഉണ്ട്. ഹി ഈസ് നോട്ട് ഗിവിംഗ് മെയിൻ്റനൻസ് റൈറ്റ് ഫ്രം പേര് ശ്വാസ് ഹോംസ് അല്ലേ? ശ്വാസ് ഹോംസ്, മിസ്റ്റർ ശ്രീനി പരമേശ്വരൻ. ഹി ഈസ് നോട്ട് ഗിവിംഗ് മെയിൻ്റനൻസ് ചാർജസ് ഫ്രോം 2011 till date. It is coming to almost 34-35 lakhs. He has not, and all those residents are bearing the additional cost. This is how builder thing, and nobody has done anything despite we informing the higher ups. ഇത്തരത്തിൽ അടിമുടി ഒരു തരത്തിലുള്ള നിയമപരിരക്ഷയും അല്ലെങ്കിൽ അത് നിയമം പാലിക്കേണ്ട രീതിയിൽ ഒരു തരത്തിലും പാലിക്കപ്പെടാതെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനം, അവിടെ താമസിക്കേണ്ടി വന്ന ആളുകളുടെ ദുരവസ്ഥ, അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഇവർക്ക് പൊതുവായി ഉപയോഗിക്കേണ്ട പല സംവിധാനങ്ങളുടെയും അധികാരം ഇവർക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ തികഞ്ഞ അനാസ തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2015 ഇതിന്റെ ലൈസൻസ് കഴിഞ്ഞതാണെന്ന് പറയുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട എല്ലാ വർഷവും ഇത്തരത്തിൽ ഫ്ളാറ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തേണ്ടതാണ്. അതനുസരിച്ചുള്ള പരിശോധനയ്ക്കുള്ള ആളുകൾ ഇവിടെ വന്നു പോകുന്നതല്ലാതെ ഇവിടെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ദുരവസ്ഥ ഉണ്ടാക്കുന്ന നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലും അതിലൊന്നിലും ഒരു തരത്തിലുള്ള നടപടികളും ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഒരു ഇടപെടൽ. അല്ലെങ്കിൽ അവിടെയാണ് കൃത്യമായിട്ടുള്ള ഇടപെടൽ ആവശ്യം ആകേണ്ടി വരുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പല സമയത്തും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ പുഴയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിലേക്കൊക്കെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും അത്തരത്തിലൊരു തികഞ്ഞ അനാസ്ഥ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന സാഹചര്യം. അങ്ങനെ നിരവധി തവണയായി ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും അവിടെയൊക്കെയും അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ തികഞ്ഞ അനാസ്ഥ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൃത്യമായിട്ടുള്ള അനാസ്ഥയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്തരത്തിൽ 54ഓളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത രീതിയിൽ, ഫയർ റെസ്ക്യൂ സംവിധാനങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഒരു ബിൽഡിംഗ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അത് 1-2 ദിവസമല്ല, വർഷങ്ങളായി തന്നെ ആ സംവിധാനം അങ്ങനെ തന്നെ കിടക്കുന്നു. പക്ഷേ എല്ലാ തവണയും വരുമ്പോഴും അത് കണ്ട് കേട്ട് പോകുന്നതല്ലാതെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്ന് തന്നെയാണ് കോടതിയുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള നിയമ പോരാട്ടങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. കഴിഞ്ഞ 2010 മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങളിൽ ഇവർ തുടരുന്നുണ്ട്. കീഴ്ക്കോടതികളിൽ നിന്നൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള വിധികൾ ഇവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോഴും അതിനുള്ള മേൽക്കോടതികളും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. എന്തായാലും ഇതിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിൽ മറ്റൊരു കുറ്റകരമായിട്ടുള്ള സംഭവം കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ ഈ 2 ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും ഒറ്റ മാലിന്യ സംസ്കരണ സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഓവർഫ്ലോ ആകുന്ന സാഹചര്യം വന്നപ്പോഴാണ് അത് ഒരു പൊതുജലാശയത്തിലേക്ക് അത്
ഒഴുക്കി വിടാൻ കാണിക്കുന്ന ക്രൂരമായിട്ടുള്ള ഇടപെടൽ ഈ ഒരു ബിൽഡറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെതിരെ ഇവിടെയുള്ള നാട്ടുകാർ ഉൾപ്പെടെ പ്രതിഷേധത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് അത് കോടതി ഇടപെട്ട് അതിൽ അവിടേക്ക് തുറന്നു വെച്ചിരുന്ന പൈപ്പ് അടയ്ക്കുകയും തുടർന്ന് ഇവിടേക്ക് ആ മലിനജലം നിറയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തായാലും ഇവിടെ താമസിക്കുന്ന ഏതാണ്ട് 50-54ഓളം വരുന്ന കുടുംബങ്ങൾ ഒരു ബിൽഡിംഗിൽ താമസിക്കുന്നു. തൊട്ടപ്പുറത്തെ ബിൽഡിംഗിൽ 70-ന് മുകളിൽ കുടുംബങ്ങൾ താമസിക്കുന്നു. അങ്ങനെ ഈ ഇത്രയും ആളുകൾ ഈ ദുർഗന്ധം ശ്വസിച്ചുകൊണ്ട് ഈ ഏറ്റവും ഒരു തരത്തിലുള്ള ആരോഗ്യപരവും അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ്. കഴിഞ്ഞ ഇടയ്ക്കും കുടിവെള്ള പ്രശ്നം അല്ലെങ്കിൽ ഫ്ളാറ്റിലെ കുടിവെള്ള പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ 2 ആഴ്ച മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതും വൈറ്റ്ലയിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അധികാരികൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കണ്ണടച്ചിരുട്ടാക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഒപ്പം തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഫ്ളാറ്റിലെ താമസക്കാരുടെ തീരുമാനം. ആതിര, ഈ താമസക്കാർ തന്നെ സൂചിപ്പിച്ചു എല്ലാം അനുകൂലമായിട്ടുള്ള വിധിയാണ് ഇവർക്ക് വന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകാത്തത്? അതുപോലെ തന്നെ താമസക്കാർ തന്നെ അവർ പറയുന്നു ആംബുലൻസ് അടക്കം അവിടെ എത്തിച്ചിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ ഉണ്ടാകുന്നത്? ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണോ ഈ താമസക്കാരുടെ തീരുമാനം? തീർച്ചയായും ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രതിഷേധത്തിലേക്ക്, ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ഇവർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഇത്രയും നാൾ ഏതാണ്ട് 14 വർഷത്തോളമായി ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തേണ്ട ഒരു സാഹചര്യം ഇവർക്കുണ്ടാകുന്നു. ഒരു തരത്തിലുള്ള നീതിയും ഇവർക്ക് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ കീഴ്ക്കോടതികളിൽ നിന്നെല്ലാം തന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള വിധികളുണ്ട്. സ്വാഭാവികമായി അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ഈ ഇതിൽ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ മേൽക്കോടതികളെ സമീപിക്കുകയും തുടർന്ന് അതിനുള്ള നിയമ പോരാട്ടങ്ങൾ അതിന് കാലതാമസം വീണ്ടും നേരിടുകയും ആ സമയത്തേക്ക് അവർ കൃത്യമായ രീതിയിൽ ആനുകൂല്യം പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും ഉണ്ടാകും. അത് തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കീഴ്ക്കോടതികളിലെ വിധികൾ തനിക്ക് എതിരായി വന്നപ്പോൾ സ്വാഭാവികമായും അയാൾ ഈ ബിൽഡർ തന്നെ മേൽക്കോടതികളെ സമീപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു കാലതാമസത്തിന് എന്തായാലും ഇടവരുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള കുറ്റകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ വീഴ്ചകൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിരാശജനകവും ഒപ്പം തന്നെ പ്രതിഷേധാർഹവുമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? കുറച്ചുകൂടെ ഇതുണ്ട്. ഈ ഫയർ നിങ്ങൾ പറഞ്ഞില്ലേ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഇത് ഞങ്ങൾക്ക് 2018 നോട്ടീസ് ഫ്രം മുനിസിപ്പാലിറ്റി കിട്ടിയിട്ടുണ്ട് ദാറ്റ് ദിസ് പ്ലേസ് ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങൾ ആ നോട്ടീസ് എടുത്തിട്ട് ഹൈക്കോടതിന് കൊടുത്തു. ഞങ്ങളുടെ കേസൊക്കെ സ്പീഡാക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യണം, അത് കഴിഞ്ഞാൽ ചെയ്യാൻ നോക്കുള്ളൂ. ഇത് 2019 ഒരു എമർജൻസി പെറ്റീഷൻ ഇട്ടു. ഇതുവരെ അതിന്റെ ഒരു വിധി ആയില്ല. നമ്മുടെ സെക്കൻഡ് അപ്പീൽ ഇസ് സ്റ്റിൽ ഇൻ ദ ഹൈക്കോർട്ട്. അത് പറയണം. തീർച്ചയായും അങ്ങനെ തന്നെ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഇല്ല എന്നുള്ളതിനെ കുറിച്ചുള്ള കണ്ടെത്തൽ അത് അധികാരികളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഓരോ തവണ വരുമ്പോൾ എല്ലാ വർഷവും നടത്തേണ്ട ഒരു പരിശോധന തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള റെഗുലർ പരിശോധനകൾക്ക് ആളുകൾ വരുന്നു എന്നുള്ളതല്ലാതെ മറിച്ച് അതിനകത്ത് ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നത്തിന് കാരണമായിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. എന്തായാലും നിയമപരമായി സാധ്യമാകേണ്ട എല്ലാ തരത്തിലുള്ള നടപടികളിലേക്കും പോകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കൂടി ഇവർ കടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ദുരിതം ഉള്ള ഒരു ജീവിതം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദുർഗന്ധം വമിക്കുന്ന ഒരു ചുറ്റുപാട്, അവിടെ താമസിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. കാരണം ഇവർ എല്ലാവരും അവരുടെ ജീവിതത്തിൽ അവർ ജോലി ചെയ്ത പണം അത് സമ്പാദിച്ച് അതിൽ നിന്നും മിച്ചം വെച്ച് വാങ്ങിയ സംവിധാനങ്ങളാണിത്. അവരുടെ റിട്ടയർമെന്റ് കാലം സമാധാനത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഇടങ്ങളാണ്. അവിടെയാണ് ഇത്തരത്തിൽ അവർക്ക് ഒരു ദുരിത ജീവിതം നയിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല. ഒപ്പം പുറത്തേക്ക്, അതായത് തോട്ടിലേക്ക്, ഇതിന് തൊട്ടടുത്ത് കണിയാമ്പുഴ തോടാണ്, അവിടേക്കാണ് ഈ മാലിന്യം ആദ്യം ഒഴുക്കി വിടുന്ന ഒരു നിലയിലേക്ക് ബിൽഡറുടെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായതിനെ തുടർന്ന് കോടതി ഉൾപ്പെടെ ഇടപെടേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. തുടർന്ന് അവിടെ ആ തോട്ടിലേക്ക് ഒഴുക്കുന്ന ആ നടപടി അത് അവസാനിപ്പിക്കുകയും അതോടുകൂടി തന്നെ ഇവിടെ വെള്ളം കൂടുതലായി പൊങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു. എന്തായാലും കുടിവെള്ള സ്രോതസ്സിന് ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ ശക്തമായിട്ടുള്ള മഴയൊക്കെ പെയ്യുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം ഇപ്പോൾ ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് ഒഴുകാനുള്ള സാധ്യത കൂടി കണക്ക്
കണക്കിലെടുക്കേണ്ടതുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും നിയമ നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. ബിൽഡറുടെ ഭാഗത്ത് നിന്ന് നിയമാനുസൃതമായിട്ടുള്ള നടപടി ഉണ്ടാകണം. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അത് എന്തിനാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ അവർക്കെങ്കിലും ഉണ്ടാകണം. ആ ധാരണയുടെ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴുള്ള തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. ആതിര. ശരി. എറണാകുളം വൈറ്റിലയിൽ പ്രതിഷേധവുമായി ഫ്ളാറ്റിലെ താമസക്കാർ രംഗത്ത്. മാലിന്യ സംസ്കരണം താറുമാറായതോടെയാണ് കണിയാമ്പുഴ മിസ്റ്റിക് ഹൈറ്റ്സിലെ താമസക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എ പി ജോൺ തോമസ്.